ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള കട്ടിപ്പരിപ്പാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മുടെ കട്ടിപ്പരിപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് ചെറുപയർ പരിപ്പാണ്. 1/4 കപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുപയർ പരിപ്പിൽ തന്നെ കട്ടിപ്പരിപ്പ് തയ്യാറാക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ആദ്യം നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. നന്നായിട്ട് നമ്മുടെ ഈ പരിപ്പൊന്ന് ചൂടായി കിട്ടണം. ഇതിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. നമ്മളിങ്ങനെ വറുത്തെടുത്താൽ മാത്രമേ ആ പരിപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ പരിപ്പ് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. 2-3 മിനിറ്റ് മാത്രമേ വറുക്കാൻ പാടുള്ളൂ. ഒരുപാട് സമയത്ത് നമ്മൾ വറുക്കരുത്. ഈ ചെറുപയർ പരിപ്പിന് പകരം തൂരപ്പരിപ്പിലൊക്കെ നമുക്ക് പരിപ്പ് കറി വെക്കാമോ എന്ന് ചോദിക്കുന്ന ഡൗട്ട് ഉണ്ടാവും. അതൊക്കെ അങ്ങനെ നമുക്ക് വെക്കാവുന്നതാണ്. പക്ഷേ ടേസ്റ്റിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് ചെറുപയർ പരിപ്പിൽ വെക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ പരിപ്പ് ഇങ്ങനെ ഒന്ന് വറുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. നന്നായിട്ട് തന്നെ പരിപ്പെല്ലാം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് പരിപ്പ് കഴുകി കുക്കറിലേക്ക് തന്നെ ചേർക്കാം. നന്നായിട്ട് കഴുകിയെടുത്ത പയർ നമുക്ക് കുക്കറിലേക്ക് തന്നെ ചേർക്കാം. ഇനി നമ്മുടെ ഈ പരിപ്പിലേക്കും ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിലാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ചേർക്കരുത്, എങ്കിൽ പിന്നെ കുക്കറിൻ്റെ അടപ്പിന് മുകളിലായിട്ട് അത് നന്നായിട്ട് തെറിച്ച് പോകും. നമുക്കറിയാവുന്നതാണ് പരിപ്പ് വയ്ക്കുമ്പോൾ എപ്പോഴും വെള്ളം കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പരിപ്പിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഇപ്പോൾ 1 ടീസ്പൂൺ നിറയെ ചേർക്കുകയാണ്. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാവുന്നതാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരട്ടെ. ചില കുക്കറിൽ 1 വിസിലും കൂടി കൂടുതലേ വേണ്ടി വരും. എന്ന് വെച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് പരിപ്പ് വേകണം എന്നുള്ള ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഒരുപാട് വെന്തുടഞ്ഞിട്ടില്ല. എന്നാലും നമ്മളിപ്പോൾ ഒരു സ്പൂൺ വെച്ചോ തൈ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തുടഞ്ഞും കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മുടെ പരിപ്പെല്ലാം ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങാക്കൂട്ട് ചേർക്കാനായിട്ടുണ്ട്. നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർക്കാം. കൂടെ പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കൂടെ വേണ്ടത് ചെറിയ ജീരകമാണ്. 1/2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ കട്ടിപ്പരിപ്പിൽ തേങ്ങയ്ക്കൊപ്പം വെളുത്തുള്ളി അല്ലിയും കൂടി അരയ്ക്കാറുണ്ട്. 2 ചെറിയ വെളുത്തുള്ളി അല്ലി കൂടെ ചേർത്ത് അരച്ചെടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് 2 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഞാനിപ്പോൾ വെളുത്തുള്ളി അല്ലി ചേർക്കുന്നില്ല കേട്ടോ. ഇതിലേക്കിനി ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത തേങ്ങാക്കൂട്ട് നമുക്ക് നമ്മുടെ പരിപ്പിലേക്ക് ചേർക്കാം. കൂടെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി. അപ്പോൾ നമ്മൾ ഈ തേങ്ങാക്കൂട്ടും ചേർത്തിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിനും ലോക്ക് ഇടയിൽ വെച്ചിരിക്കുകയാണ്. ഒരുപാട് ഫ്ലെയിം വെച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഈ തേങ്ങാക്കൂട്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കട്ടിത്തേര് എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, അതായത് പരിപ്പൊന്നും ഒരുപാട് വെന്തുടഞ്ഞ് പോകട്ടെ കേട്ടോ, പിന്നെ ആ ഒരു ടേസ്റ്റ് പാടേ മാറിപ്പോവും. ഈ ഒരു പരുവത്തിന് വേണം കേട്ടോ നമുക്കിത് കിട്ടാനായിട്ട്. ഇത് ഇരിക്കും തോറും കട്ടിയായിട്ട് മാറും. അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം വേണമോ അതിനനുസരിച്ചിട്ട് ഈ ഒരു സമയം തന്നെ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ കട്ടിയായി കുറുകും കേട്ടോ. അതിൻ്റെ പേരിലാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിപ്പോൾ എടുക്കുന്നത്. ലാസ്റ്റിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരല്പം കറിവേപ്പില, കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി. നമുക്ക് സദ്യയിൽ ചോറിനോടൊപ്പം നെയ്യ് ചേർക്കുന്നതാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ കൂടുതൽ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നെയ്യും നമ്മുടെ കറിവേപ്പിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കട്ടിപ്പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പരിപ്പ് കറിയിൽ താളിച്ച് ചേർക്കാറുണ്ട്, കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ചേർത്തിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു കട്ടിപ്പരിപ്പ് കറി വെക്കുന്ന സമയത്ത് അങ്ങനെ താളിച്ച് ചേർക്കാറില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമ്മൾ ഈ കട്ടിപ്പരിപ്പ് തയ്യാറാക്കി എടുത്തില്ലേ. വളരെ രുചികരവുമായിട്ടുള്ളതാണ്. തെക്കോട്ടൊക്കെ നമ്മൾ സദ്യക്കൊക്കെ ഈ കട്ടിപ്പരിപ്പ് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ. ചോറിനോടൊപ്പം ആദ്യം വിളമ്പുന്നത് കട്ടിപ്പരിപ്പാണ്. ഈ ഓണത്തിന് നിങ്ങൾ സദ്യക്കൊപ്പം കട്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.